കഥകൾ, സിനിമാ, നാടകം ഇവയൊക്കെയായി കേരളക്കരയാകെ ഭയപ്പെടുത്തിയ ഒരു യക്ഷി ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് മറ്റൊരു യക്ഷിക്കും ലഭിക്കാത്ത സ്വീകാര്യത ലഭിച്ച കളിയങ്ങാട്ട് നീലി കാലങ്ങൾക്കിപ്പുറം ഇങ്ങ് തലസ്ഥാന ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നും ഭയം വിതയ്ക്കുന്ന യക്ഷിരൂപം സുമതി. സുമതി കൊല്ലപ്പെട്ട വളവ് അഥവാ സമ്മതി വളവിലൂടെ ആ പ്രദേശവും ഭയപ്പെടുത്തുന്ന പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചു. പ്രണയദിനത്തിന് 18 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട സുമതി ഇന്നും ഒരു നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. MC റോഡിലെ കാരോത്ത് നിന്നും പാലോട് പോകുന്ന റോഡിൽ മൈലമൂട് എന്ന സ്ഥലത്തെ സുമതിയെ കൊന്ന വളവ് എന്ന് കേട്ടാൽ കേൾക്കുന്നവരുടെ മനസ്സ് അറിയാതൊന്ന് കിടുങ്ങും. വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട സുമതി എന്ന ഗർഭിണിയായ യുവതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുവെന്ന വിശ്വാസമാണ് ആ ഭയത്തിന് കാരണം. പട്ടാപ്പകൽ പോലും ഇത് വഴി കടന്നു പോകാൻ പലർക്കും ഭയമാണ്. അവരുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഭീകര കഥകൾ ജനങ്ങളെ ഈ പ്രദേശത്ത് നിന്നും അകറ്റുന്നു. ഈ കഥകൾക്ക് പിന്നിലെ വാസ്തവമെന്ത്? ഇവയെല്ലാം യാഥാർത്ഥ്യമാണോ അതോ വെറും കെട്ടുകഥകളോ? എന്തായാലും സുമതി എന്ന സുമതിക്കുട്ടി യക്ഷിയായ ജനങ്ങൾ ഭയക്കുന്ന സുമതിക്കുട്ടിയുടെ ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പേഴുമൂടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം. കൊല്ലപ്പെടുമ്പോൾ 22 വയസ്സായിരുന്നു പ്രായം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അയൽവാസിയും വകയിൽ ബന്ധുവുമായ രന്തകാരൻ്റെ വീട്ടിൽ അടുക്കള ജോലികളിലും മറ്റും സഹായിക്കാനായി സുമതി പോവുക പതിവായിരുന്നു. സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രന്താകരൻ സുമതിയുമായി പ്രണയത്തിലായി. രന്താകരൻ്റെ ഇടപെടലിൽ സംശയമില്ലാതെ സുമതിയും ആ പ്രണയം ആസ്വദിച്ചു. അങ്ങനെ ആ ബന്ധം വളർന്നു. ഒടുവിൽ സുമതി ഗർഭിണിയായി. ഗർഭിണിയാണ് എന്നറിഞ്ഞതോടെ സുമതിയെ ഒഴിവാക്കാൻ രന്താകരൻ ശ്രമം തുടങ്ങി. രന്താകരനെ വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ സുമതിയും. നിർബന്ധം സഹിക്കവയ്യാതെ രന്താകരൻ സുമതിയെ എന്നേക്കുമായി ഒഴിവാക്കുവാൻ തന്നെ തീരുമാനിച്ചു. സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൈലമൂട് വളവിൽ വെച്ച് അവളെ കൊലപ്പെടുത്തിയെന്നാണ് ചരിത്രം. അങ്ങനെ മൈലമൂട് വളവ് നാട്ടുകാർക്ക് സുമതിയെ കൊന്ന വളവായി. സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി. റോഡരികിലും വനത്തിലും അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥ പ്രേതങ്ങൾ നാട്ടുകാരുടെ മാത്രമല്ല പോലീസിൻ്റെയും ഉറക്കം കെടുത്തി. സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ നിന്നും 30-ലധികം പേരെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നത്. മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന കാര്യവും തള്ളിക്കളയാനാവില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു.